ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. രണ്ടാഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഇതുപോലെ ഒന്ന് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മളെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുപോകുക. കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ല കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗിവ് അവേ വിന്നറിനെയും കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കുള്ള ലഞ്ചും ഒക്കെ വേഗം തന്നെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ കിച്ചൺ കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പ് അതുപോലെ തന്നെ ടേബിൾ ഒക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ അകത്തുള്ള പണികളിലേക്കൊക്കെ പോകുമ്പോൾ നല്ല ഫ്രീ മൈൻഡായിട്ട് നമുക്ക് നല്ല ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാനും വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ കുക്കിങ്ങും അതുപോലെ തന്നെ ബാക്കി പാത്രം കഴുകാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ചെയ്യേണ്ടി വരും, അകത്തത്തെ കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു ഹാപ്പി ആയിട്ട് നമുക്ക് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ, പണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ക്ലീനിങ് ഉള്ള ദിവസം രാവിലെ തന്നെ വേഗം ഫുഡാക്കും, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആക്കി വെച്ചിട്ട് പിന്നെ കിച്ചണിലുള്ള സാധാരണ നമ്മളെ പാത്രം കഴുകൽ മുറ്റടിക്കലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് ചെയ്തു തീർക്കും നമ്മൾ എന്നും ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങൾ. എന്നിട്ട് ഈ പറയുന്ന പോലെ കൗണ്ടർ ടോപ്പ് സിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് അകം ക്ലീനിങ് ചെയ്ത് വരുമ്പോൾ പിന്നെ കിച്ചൺ അടിച്ചു വാരി തുടച്ചു പോകാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഞാൻ മാറ്റ് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് അലക്കാനുള്ളത് അലക്കാനെടുക്കുകയാണ്. ബാക്കിയുള്ളത് പൊടി തട്ടി അങ്ങനെ എടുത്തു വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ സമയം 9:20 അപ്പോൾ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ റിഫിക്കാമെന്ന് ഇറങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും 9:20 കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ രാവിലെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല എനർജിയോട് കൂടി നല്ല ഉഷാറോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മാറ്റ്, ഇത് നമ്മൾ നിസ്കരിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു മാറ്റിൽ ഇതാണോ പൊടി ഫുള്ള് നന്നായിട്ട് പൊടിയും അതുപോലെ തന്നെ മുടിയൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. വീണ് കിടന്നതൊക്കെ ഇതിലേക്ക് വേഗം പിടിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ തട്ടുകയാണെങ്കിൽ നന്നായിട്ട് പൊടിയും എന്തെങ്കിലും നൂല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊന്നും എന്നും നമ്മൾ മാറ്റി അടിച്ചു വരുന്ന കാര്യങ്ങളല്ല, തുടക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ അല്ലേ മാറ്റുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുക്കുകയാണെങ്കിൽ എന്നാൽ ഇത് അത്യാവശ്യം ഹാർഡാണ് എന്നാൽ സോഫ്റ്റുമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ഭയങ്കര സോഫ്റ്റ് അല്ല. അപ്പോൾ ഇതിൽ കണ്ടോ ഒരുപാട് മുടിയും രോമങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ, രോമമല്ല നൂല് കാര്യങ്ങളൊക്കെ പിടിക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്ര ചൂല് കൊണ്ടോ അല്ലെങ്കിൽ തട്ടിയാലോ പോവാത്ത കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇതാ ഈ മാറ്റും കൂടെ ഞാനൊന്ന് ക്ലിയറാക്കി എടുക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ അലക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും മറിയുന്നത് ഭക്ഷണമൊക്കെ വീഴുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോഴാണ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരിക. എപ്പോഴെപ്പോഴും അലക്കിയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാശമാവും. പിന്നെ ഞാനിപ്പോൾ ഇത് രണ്ടും കൊണ്ടുപോയിട്ട് വെയിലിൽ ഇടുകയാണ്. ആദ്യം എടുത്തില്ല നിസ്കരിക്കുന്നത്, അത് ഞാൻ അലക്കി ഇടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അലക്കുമ്പോൾ നല്ല വെയിലുള്ള സമയത്ത് അലക്കുകയാണ് കേട്ടോ ചെയ്യുക. ഇനിയിപ്പോൾ ഇതാ ബാക്കി മാറ്റുകളുണ്ടല്ലോ, നമ്മൾ ഡോർ മാറ്റ്, ബാത്റൂം മാറ്റ് അങ്ങനത്തതൊക്കെ ഒന്ന് പൊടി തട്ടി നന്നായിട്ട് അലക്കാനുള്ളതൊക്കെ ബാത്റൂം മാറ്റും കാര്യങ്ങളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അല്ലാത്തതുണ്ടല്ലോ നമ്മളിങ്ങനെ ഷോക്ക് ഇടുന്ന ഡോർ മാറ്റ് അങ്ങനത്തതൊക്കെ ഒന്ന് ഇതുപോലെ പൊടി തട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല വെയിലുള്ള സമയത്തൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് എടുക്കും ഇങ്ങനത്തെ മാറ്റൊക്കെ, അല്ലെങ്കിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അധികം വെയിലൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ നനച്ചിടുന്ന സമയത്ത്. ഇനിയിപ്പോൾ കിച്ചണിലെ മാറ്റും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കിച്ചണിലെ എല്ലാ മാറ്റും അലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് സോപ്പ് പൊടിയിൽ കുതിർത്ത് വെക്കുകയാണ്. ഇത് ഞാൻ ചിലപ്പോൾ വൈകുന്നേരം പണി തീരുന്ന ആ ഒരു ടൈമിൽ നല്ല സമയം കുറച്ച് സമയം നമ്മൾ എടുക്കുമല്ലോ, അങ്ങനെ വൈകുന്നേരം പറ്റുകയാണെങ്കിൽ ഒന്ന് മേല് കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വൈകുന്നേരം അലക്കും ഫ്രീ ആണെങ്കിൽ. ഇല്ലെങ്കിൽ ഇന്ന് ഞാനിതാ ഇപ്പം കുതിർത്ത് വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് അലക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നാളെ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ആ ഒരു സമയം കൊണ്ട് സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്, നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. ഇനിയിപ്പോൾ ഇതാ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇതെനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ,
നിങ്ങൾക്ക് എൻ്റെ ബെഡ്ഷീറ്റുകൾ കുറേ പേര് ചോദിക്കല്ലേ എവിടെ നിന്നാണ് ബെഡ്ഷീറ്റ് എടുക്കൽ എന്നൊക്കെ ചോദിക്കല്ലേ, നല്ല നല്ല സെലക്ഷനാണ്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ കുറേ കാണലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒന്നും ഞാൻ എടുക്കുന്നത് ഇവിടെ നമ്മളെ ഇവിടുത്തെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എടുക്കുന്ന അതേ മെറ്റീരിയൽ അതേ ക്വാളിറ്റിയിലും നല്ല ഭംഗിയുള്ളതായിട്ടുള്ള ബെഡ്ഷീറ്റുകൾ എനിക്ക് കിട്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, നിങ്ങൾക്കറിയാം ഞാൻ ഒരുപാട് ഇങ്ങനെ പരസ്യം കാര്യങ്ങളും നിങ്ങളെ കാണിക്കലില്ല, ചെയ്യലില്ല കേട്ടോ, നോക്കിയിട്ട് മാത്രമേ എടുക്കലുള്ളൂ. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് കേട്ടത്. ഞാൻ ഇവിടുന്ന് മുന്നേയും ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇതാണ് നിങ്ങൾക്ക് ഞാൻ ക്യാമറേൻ്റെ അടുത്ത് വെച്ചിട്ട് കാണിച്ചു തരുന്നത്. നല്ല ക്ലോത്താണ് കേട്ടോ ഇത്. പക്ക കോട്ടൺ അല്ല, കോട്ടണിൽ ചെറിയൊരു മിക്സിങ് കയറുന്നുണ്ട്, പക്ഷേ നല്ല ക്ലോത്താണ് കേട്ടോ. നമുക്ക് വാഷ് ചെയ്യാനും എല്ലാം നല്ല ഈസിയാണ് കേട്ടോ. നല്ല ഭംഗിയില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ സൈസിൻ്റെ കാര്യം പറയണ്ട, കിങ് സൈസാണ് കേട്ടോ. ഞാനിതാ ഈ നമ്പർ, അവരുടെ നമ്പർ വാട്സപ്പ് നമ്പറാണ് കേട്ടത്. ഇതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, അവർ നിങ്ങൾക്ക് റിപ്ലൈ തരും. നിങ്ങൾക്ക് സെലക്ഷനും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരും കേട്ടോ. നിങ്ങൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളെ കാണിച്ചത്. നിങ്ങൾ വാങ്ങുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, നല്ലൊരു പ്രിൻ്റ് ആട്ടോ ഇത് ഞാൻ വാഷ് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഒന്ന് പ്രിൻ്റൊക്കെ ഇളകിപ്പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അതാ പില്ലോ കവറൊക്കെ കണ്ടോ, നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള നല്ല പില്ലോ കവറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കൂടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ എനിക്ക് ക്ലീനിങ്ങിന് ഇങ്ങനത്തെ സംഭവം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അന്ന് ക്ലീൻ ചെയ്യാൻ ഒരു പ്രത്യേക ഇഷ്ടമാട്ടോ. ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാൻ ഞാനൊന്നിങ്ങനെ എടുത്തു വെച്ച് ആരെങ്കിലും വരുമ്പോൾ ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെക്കുന്ന ആളല്ല കേട്ടോ ഞാൻ. നിങ്ങൾ കാണുന്നുണ്ടാവും, വാങ്ങിയത് അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ ഉപയോഗിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമുള്ള ബെഡ്ഷീറ്റും കൂടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് പക്ക കോട്ടനാണ് കേട്ടോ, ജയ്പൂർ കോട്ടനാണ്. അപ്പോൾ ഇങ്ങനത്തെ ആവശ്യമുള്ളവർക്ക് ഇങ്ങനത്തെ വാങ്ങാം. മറ്റേത് രണ്ടും കിങ് സൈസാണ് കേട്ടോ. ഇത് ഫാമിലി കോട്ട്, എന്നാലും നല്ല വലുതാണ് കേട്ടോ. ഇതും നല്ല വലുപ്പമുണ്ട്, ഞാൻ നിങ്ങൾക്ക് വിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, പക്ക കോട്ടൺ കേട്ടോ. ഇതിൽ ഓഫ് വൈറ്റ് ആണ്. ഓഫ് വൈറ്റിൽ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി അല്ല, ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് കണ്ടോ, പില്ലെല്ലാം നമുക്ക് രണ്ട് ഭാഗത്തുമായിട്ട് ഇടാം കേട്ടോ. ബാക്കിൽ ഇത് ഇങ്ങനെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ക്ലോത്ത് അടിപൊളിയാണ്, ഒന്നും ആകുന്നില്ല, നല്ല ക്ലോത്താണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കാം കേട്ടോ. റേറ്റ് വരുന്നത് 800, 700, 700 സംതിങ് 800 സംതിങ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഈ റേറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ കാര്യം ഇതന്നെയാണ് കേട്ടോ. റേറ്റ് എനിക്ക് ഒട്ടും കൂടുതലല്ലാന്ന് തോന്നി. നമ്മൾ നല്ലൊരു ബെഡ്ഷീറ്റ് വാങ്ങണമെങ്കിൽ തന്നെ നല്ല റേറ്റ് കൊടുക്കണ്ടേ, നിങ്ങൾക്ക് അറിയാമല്ലോ, 1000 സംതിങ് അങ്ങനെയൊക്കെയാണ് ഞാൻ ബെഡ്ഷീറ്റ് വാങ്ങൽ. ഇതിപ്പോൾ ക്ലോത്തും അടിപൊളിയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കുക. അതുപോലെ തന്നെ സെലക്ഷനും സൂപ്പറാണ് കേട്ടോ, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട്. ഇനി ഞാൻ വിരിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ, എൻ്റെ പണികളൊക്കെ ഒന്ന് കഴിയട്ടെ. ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഞാൻ പണിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ ആവശ്യമുള്ളവർ അതിൽ കയറിയിട്ട് നിങ്ങൾ അവരോട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ. അവർ നിങ്ങൾക്ക് കാണിച്ചു തരും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പൊടിയൊക്കെ ഒന്ന് തട്ടി നമ്മൾ വല്ലപ്പോഴും ഒന്ന്, അതായത് 2 ആഴ്ച കൂടുമ്പോൾ, ഇനി ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ മാസത്തിൽ ഒരിക്കൽ ഒരു ദിവസം ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. മാറാലെയോ അതുപോലെ തന്നെ പൊടിയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഞാൻ ഓരോ റൂമായിട്ട് ജെല്ലൊക്കെ ഒന്ന് തട്ടി, മൊത്തം തട്ടാനുള്ള ഭാഗത്തൊക്കെ ഒന്ന് തട്ടി പൊടിയൊക്കെ തട്ടിയതിന് ശേഷം അവിടെ ഒന്ന് അടിച്ചു വാരുകയും കൂടെ ചെയ്തിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അങ്ങനെ എല്ലാ റൂമത്തെ ബെഡ്ഷീറ്റ് എടുത്തിട്ട് ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിടണം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആദ്യം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തത് റൂമിൽ നിന്ന്. കാരണം നമുക്ക് ബെഡ്ഷീറ്റ് അതിനുശേഷം ബെഡ്ഷീറ്റ് അലക്കാനിടാമല്ലോ. അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് ആറിടുകയും ചെയ്യാം. പിന്നെ ഇപ്പോൾ ഇതാ അവിടുത്തെ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത റൂമിൽ ഇതുപോലെ തന്നെ ചെയ്യാണ് കേട്ടോ. എല്ലാ ഭാഗത്തും പൊടിയൊക്കെ ഒന്ന് തട്ടി, മാറാലൊക്കെ ഒന്ന് തട്ടി, പൊടി തട്ടി. മാറാല തട്ടുന്ന ചൂല് കൊണ്ടല്ല കേട്ടോ ഞാൻ നിലം അടിക്കുന്നത്, അത് പ്രത്യേകിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളെപ്പോഴും ചെയ്യുന്ന സമയത്ത് നമ്മളെ ചുമര് ഫസ്റ്റിലൊന്നും ഉണ്ടാവില്ല, പിന്നീട് നമ്മൾ അങ്ങനെ തട്ടുന്ന സ്ഥലത്ത് ഇങ്ങനെ വൈറ്റ് ആണെങ്കിലൊക്കെ കളർ ചേഞ്ച് വരും കേട്ടോ. അപ്പോൾ അതാണ് എടുത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സിറ്റ് ഔട്ട് മാറാലും പ്രാണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് വെക്കുന്നത് കൊണ്ട് അതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ. പൊടിയൊക്കെ തട്ടി എടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. നല്ല പൊടി ഉണ്ടാവില്ല ഇപ്പോൾ ഇനി മഴയൊക്കെ കഴിഞ്ഞ് നല്ല വെയിലിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങ് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ നല്ല ക്ലീനായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ.
അപ്പം ഞാൻ ഇത്രയും സ്പീഡിലൊന്നും അല്ലട്ട് ചെയ്യുന്നത്. നിങ്ങളിനി ചെയ്ത് നോക്കിയിട്ട് ജംഷീനെ പോലെ ആകുന്നില്ല, ജംഷീനെ പോലെ സ്പീഡിലെടുക്കാൻ പറ്റുന്നില്ല എന്നൊന്നും പറയണ്ട. ഞാൻ പതുക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് പതുക്കെ ചെയ്യുന്നതാണ് ഇഷ്ടം. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പതുക്കെ എനിക്കൊരു ഒരുക്കത്തിൽ ചെയ്യണം കേട്ടോ. എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്തു പോകണം. എന്നാലാണ് എനിക്ക് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ നമ്മൾ ഓടിപ്പിടിച്ച് ധൃതിയിൽ ചെയ്യുന്നതിനേക്കാളും ഒന്ന് ഒതുങ്ങി ചെയ്യുമ്പോഴാണ് എല്ലാ ഭാഗത്തും തട്ടി എല്ലാ ഭാഗത്തും നല്ല നീറ്റായിട്ടിരിക്കുക കേട്ടോ. ആ സമയം തന്നെ ഇതാ നമ്മളെ സ്റ്റെയറും കാര്യം അവിടെയൊക്കെ പൊടികളുണ്ടാവും കേട്ടോ. നമ്മൾ ഡെയിലി ഓടിച്ചിട്ട് പണികൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യൂലല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണി തീരെയില്ല കേട്ടോ. അപ്പം അങ്ങനെ എന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് നിങ്ങൾക്കറിയാം എൻ്റെ ആറിയിടുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെയും ഒന്ന് ഇങ്ങനെ ഓപ്പൺ അല്ലേ, അപ്പോൾ പൊടി വരും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഈ ആ ഇഴകളിലൊക്കെ ഇങ്ങനെ മാറാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതൊക്കെ പിന്നെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹൈറ്റിൻ്റെ തന്നെ ചൂല് ആക്കുമ്പോൾ തന്നെ തട്ടാൻ പറ്റും കേട്ടോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഹാള് വലിയ നമ്മൾ സ്റ്റെയറിൻ്റെ മുകളിലൊക്കെ എനിക്കിങ്ങനെ എത്താത്തതുള്ളൂ. അവിടെ ഞാൻ വലിയ ബ്രഷ് ഉപയോഗിക്കാണ്ട് ചെയ്യുക. ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതുകൊണ്ട് നമുക്കിങ്ങനെ ചൂല് കൊണ്ട് തന്നെ തട്ടാൻ പറ്റും. അങ്ങനെ മുകളിൽ മൊത്തത്തിൽ ഞാനൊന്ന് അടിച്ച് വാരിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോൾ താഴത്തെ 2 റൂമിലത്തെ ബെഡ്ഷീറ്റും കൂടെ എടുക്കട്ടെ. അപ്പോൾ എല്ലാ റൂമിലും ഞാൻ ഒരേ ക്ലീനിങ് ആണ് കേട്ടോ. കർട്ടനെല്ലാം പൊക്കി അതിൻ്റെ ജനലൊക്കെ ഒന്ന് തുറന്ന് വെച്ച് അതിൻ്റെ മാറാലും കാര്യങ്ങളും പൊടികളും എല്ലാം ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ കേട്ടോ ഞാനിങ്ങനെ എന്താ പറയുക 2 മാസമൊക്കെ കൂടുമ്പോൾ ഒരു റൂം ഡീറ്റെയിൽ ആയിട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോഴാണ് തുണിയെല്ലാം നനച്ചിട്ട് ഇങ്ങനെ ജനലൊക്കെ തുടച്ചെടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം ഒരുപാടൊന്നും വരലില്ല. എന്നാലും ഇടയ്ക്ക് അങ്ങനെ ചെയ്താൽ നല്ലതല്ലേ. അപ്പോൾ ഇതാ നമ്മളെ പൊടി തട്ടലും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. പിന്നൊരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുകയാണേ, നിങ്ങൾക്ക് ഇതറിയാത്തതുകൊണ്ടല്ല കേട്ടോ ഞാനിത് വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. എന്നെക്കാളും നല്ല ഉഷാറായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് നിങ്ങളൊക്കെ. പക്ഷേ മടി എല്ലാവർക്കും വരാമല്ലോ. അപ്പോൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഒന്നിനും തോന്നാത്ത സമയത്ത് വീടെല്ലാം അങ്ങനെ അലങ്കോലായി കിടക്കുന്ന സമയത്ത് ഒരു യൂട്യൂബിലൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ട് വരുമ്പോൾ നമുക്കൊരു എനർജി കയറി വരുമല്ലോ. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്കും കിട്ടട്ടെ, എന്നിട്ട് നിങ്ങളെ വീട് നീറ്റായിട്ട് നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ പറ്റട്ടെ എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മാത്രം ഒരു ക്ലീനിങ്ങുകാരി അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ ആ ഒരു അർത്ഥത്തിൽ നിങ്ങളും എടുക്കുക. നിങ്ങളും നല്ല ഉഷാറോട് കൂടി പോയിട്ട് നാളെ ക്ലീനിങ് തുടങ്ങിക്കാട്ടോ. ചിലർ പറയും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഉച്ചയ്ക്ക് ശേഷം തന്നെ ഞാൻ വേഗം ക്ലീനിങ് ചെയ്തു അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതാ നമ്മളെ എല്ലാ റൂമിലത്തെ ബെഡ്ഷീറ്റ് എടുത്തിട്ട് അലക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പണികൾ കഴിയുമ്പോഴത്തേക്കും അതും റെഡി ആയിട്ട് വന്നോളും. ഇനിയിപ്പോൾ ഇതാ നമ്മളെ റൂംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹാളാണ് കേട്ടോ. ഹാളിലെ കർട്ടനും അതുപോലെ തന്നെ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, കുഞ്ഞു ഉറുമ്പ് കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എല്ലാ ഏരിയയിലും ഉണ്ട് കേട്ടോ. മേലെയും താഴെയും ബാത്റൂമിലും ഒക്കെ ഉണ്ട് കുഞ്ഞു ഉറുമ്പ് കേട്ടോ. അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണൂല. അപ്പോൾ ജനലിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഒരു കറുത്ത പൊടിയുണ്ട് കേട്ടോ. ഈ ഉറുമ്പ് നിന്നിട്ട് നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമല്ലല്ലോ അതൊന്നും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി കുറേ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തട്ടി എടുത്ത് അതുപോലെ തന്നെ ഞാൻ സെറ്റി തട്ടിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാട്ടോ, ഒരു സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ തട്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി കിച്ചണിൻ്റെ ജനലും അത് നമ്മളെപ്പോഴും കർട്ടൻ ഇങ്ങനെ താത്തി വെക്കുന്നതുകൊണ്ട് അവിടെയും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. മാറാലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് തട്ടി മൊത്തം തട്ടലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയും കൂടെ എടുക്കട്ടെ. ഇത് കണ്ടോ, ഇതെല്ലാം പൊടിയാണ് കേട്ടോ. ഒരുമാതിരി എന്താ പറയുക നമ്മളെ മാറ്റിലൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു പൊടി. അപ്പോൾ നമ്മൾ ഇത് പോവാൻ ചെറിയൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജനലൊക്കെ തുറന്ന് വെച്ചിട്ട് അടിച്ചു വാരുക കേട്ടോ. എപ്പോഴും എന്നും അടിച്ചു വാരുന്ന സമയത്തെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ട് അടിച്ചു വാരി കഴിഞ്ഞാൽ കുറേയൊക്കെ അങ്ങനെ പുറത്ത് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അത് ഞാനും ചെയ്യലില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ കണ്ടോ സെറ്റീൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഇങ്ങനെ അടിക്കാട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അകലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി കിച്ചണും കൂടെ ഒന്ന് അടിച്ചു വാരട്ടെ. ഇപ്പോൾ കിച്ചണൊക്കെ ഞാൻ തട്ടി അടിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ തുടക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അതിൻ്റെ മുമ്പായിട്ട് വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ടേബിള് തുടക്കുക, കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുക, തുടക്കുക, അങ്ങനത്തെ ഒക്കെ ഒന്ന് ചെയ്യട്ടെ. എന്നിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നിച്ച് തുടച്ചിങ്ങോട്ട് വേഗം ക്ലീനാക്കി എടുക്കാനേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഇതാ ഞാൻ ഹാൻഡ് വാഷ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മളെ സിങ്കും കാര്യങ്ങളൊക്കെ കഴുകുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടുന്ന സമയത്ത് നല്ലൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പ് പൊടിക്ക് പകരം അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കഴുകുക. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നും ചെയ്തോളും. പിന്നീട് നമ്മൾ ഗ്ലാസ് ഉണ്ടല്ലോ, അത് നമ്മളെ ക്ലീനിങ് സൊല്യൂഷൻ ഇല്ലേ, അത് എടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും. എന്നിട്ടൊരു ന്യൂസ് പേപ്പർ കേട്ടോ, സാധാരണ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ആ നനവോട് കൂടി തന്നെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്ലീനായിട്ടിരിക്കും കേട്ടോ. നല്ല വെട്ടി തിളങ്ങുന്ന ഗ്ലാസ് കിട്ടുമേ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യൽ. ഗ്ലാസ് ക്ലീനറോ അങ്ങനെയൊന്നുമല്ല, ഞാൻ ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജംഷി റെസിപ്പീസ് ക്ലീനിങ് സൊല്യൂഷൻ അടിച്ചു കൊടുത്തു നോക്കും കേട്ടോ. അപ്പോൾ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ആ ഏരിയയൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ടേബിൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ എന്തെങ്കിലും സ്മെല്ലായിട്ടുള്ള സംഭവം ഉപയോഗിച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു പ്രാവശ്യം നന്നായിട്ട് വൈപ്പ് ചെയ്താൽ തന്നെ നന്നായിട്ട് ക്ലീനായി കിട്ടിക്കോളും. എപ്പോഴും അത് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഡൈനിങ് ടേബിൾ ആ ഏരിയ നമ്മളെപ്പോഴും ക്ലീൻ ആക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പിന്നെ അവിടെ വെക്കരുത് കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് പാത്രം കഴുകി കഴിഞ്ഞിട്ടൊന്നും പോലും ചിന്തിക്കരുത്. ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പും കൂടെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മേലെ തുടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ സ്റ്റെയർ കേസും കൂടെ ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നനച്ച് തുടക്കാട്ട് ചെയ്യും. നന്നായിട്ട് പിഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ പൊടിയൊക്കെ അങ്ങ് പോരും. എന്നിട്ട് മോൾ ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുണി കൊണ്ട് തുടക്കുന്നത് സ്റ്റെയർ ഞാൻ ക്ലോത്ത് ഉപയോഗിച്ചിട്ടാട്ടോ തുടക്കുക. ഇതുപോലെ ഒരു വലിയൊരു ടർക്കി എടുക്കും. എന്നിട്ട് അതുകൊണ്ടാട്ടോ തുടക്കുക. കാരണം അതിൻ്റെ സൈഡിലേക്കൊന്നും നമ്മൾ എപ്പോഴും അല്ല കേട്ടോ ഇങ്ങനെ ക്ലീൻ ആക്കുന്ന സമയത്ത് നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അരികിലേക്കൊന്നും ക്ലോത്ത് എത്തൂല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ തുടക്കുന്ന ഇങ്ങനത്തെ വടി കൊണ്ട് തുടച്ചാൽ എത്തൂല, ഒരു നീറ്റായിട്ട് കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. ഇനിയിപ്പോൾ അത് അതിന് ശേഷം സിറ്റൗട്ടും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതാ ഇവിടെയും കൂടെ അകത്തേയും കൂടെ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടി തീരും. റൂമെല്ലാം തുടച്ച് കഴിഞ്ഞ് ഹാളും കൂടെ കേട്ടോ. അപ്പോൾ ഹാളിൽ ടേബിളിൻ്റെ അടിഭാഗം ഞാൻ ചെയറെല്ലാം മാറ്റിയിട്ട് ആ അടിഭാഗം തുടച്ച് അവിടെ ഉണങ്ങും കേട്ടോ. നമ്മൾ റൂം തുടച്ച് വരുമ്പോഴത്തേക്കും അവിടെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടാകും. അതിനുശേഷം ചെയറെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ ഹാളങ്ങ് തുടച്ച് വരികയാണ് ചെയ്യുക. അതിനുശേഷം ആ കിച്ചണും കൂടെ ഒന്ന് തുടച്ചെടുത്തപ്പോഴത്തേക്കും നമ്മളെ തുടക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് സ്പീഡിലിട്ട് കാണിക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഭയങ്കര സ്പീഡിലൊന്നും ചെയ്യുന്നതല്ല. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് മാറ്റ് അലക്കാൻ കുറച്ചെല്ലാം കുതിർന്നിട്ടുണ്ടാകും. പക്ഷെ ഞാൻ അങ്ങനെ ഓവർ പണിയെടുക്കലില്ല കേട്ടോ. അതെല്ലാം ചെയ്തിട്ട് നമ്മൾ ടയേർഡ് ആവുമല്ലോ. ഇനിയിപ്പോൾ അതും കൂടെ അലക്കി അങ്ങനെയൊന്നും ചെയ്യല്ല കേട്ടോ. നാളെ ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. ആരും വന്ന് ചെയ്യാനൊന്നുമില്ല, നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും, നമ്മൾ തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, കുറച്ചായിട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ അലക്കിയതും കൂടെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ആറിയിട്ട് വന്നു. അപ്പോൾ നിങ്ങളിതാ നമ്മളെ ഗിവ് എവേയിലെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളതൊക്കെ കാണുക. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. കുളിയല്ല, രാവിലെ കുളിച്ചതാണ്, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ഇതാ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ റിസോർട്ടിലേക്ക് വരാൻ റെഡി ആയിട്ടുള്ളവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് അതിനനുസരിച്ച് കുറച്ച് കമൻറ്റെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അവരിൽ നിന്ന് നമ്മൾ 5 പേരെ സെലക്ട് ചെയ്യുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ എടുക്കുകയുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യം മൂലം വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, വയനാടല്ലേ, ലോങ് അല്ലേ. അപ്പോൾ ഇതാ ഒന്നാമത്തെ ആളാണ് ഇസാ മെഹക്ക്. അപ്പോൾ വേഗം അഡ്രസ്സ് അയച്ചു തരിക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന 5 പേരും അയച്ചു തരിക. ഹിസാന അഫ്സൽ രണ്ടാമത്തെ ആളാണ്. ഫസ്റ്റ് പേര് വിളിച്ച ആളാണ് കേട്ടോ. ആളെയാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഈ 5 പേരും നിങ്ങൾ അയച്ചു തരിക. എന്നിട്ട് തരാത്തവരിൽ നിന്ന് നമ്മൾ നുസൈബ നൗഷാദ്. അപ്പോൾ അടുത്ത ആളെ നോക്കാം. ഷബ്ന നൗഷാദ് കേട്ടോ. സബ്ന എന്നുള്ള സബ്ന നൗഷാദ്. അനു. അപ്പോൾ ഇതാ ഇത്രയും പേരാണേ. അപ്പോൾ നിങ്ങൾ വേഗം ഒന്ന് നിങ്ങൾ എന്താ പറയുക എൻ്റെ വാട്സപ്പിലേക്ക് വരിക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
അപ്പം നിങ്ങളെ അഡ്രസ്സും ആ നമ്പറിലേക്ക് വന്നിട്ട് വാട്സപ്പ് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ഫസ്റ്റത്തെ ആളെയാണ് എടുക്കുക, ആ ആൾക്ക് ഇല്ലെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ആളെടുക്കുക, അതില്ലെങ്കിൽ മൂന്നാമത്തെ ആളെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ എല്ലാവരും തന്നു വന്നിട്ട് സാഹചര്യത്തിനനുസരിച്ച് വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ എടുത്തോളാം. അപ്പോൾ വിന്നർ ആരാണ് നിങ്ങൾക്ക് ഞാൻ ആരാണ് എനിക്ക് തന്നതെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ വേറെ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെടുക്കുക ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റെല്ലാം വിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലെങ്ത്ത് കണ്ടല്ലോ അല്ലേ, ബെഡ്ഷീറ്റിൻ്റെ ഫുൾ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ട് കേട്ടോ, വിരിച്ചിട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു വൈറ്റ് കോമ്പോ കൂടെ വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒന്നും ടെൻഷൻ ആവണ്ട കേട്ടോ, വിലേൻ്റെ കാര്യത്തിലും അടിപൊളിയാണ്, അതുപോലെ തന്നെ ക്ലോത്തും ഒക്കെ സൂപ്പറാണ് കേട്ടോ, നല്ല ക്ലോത്താണ്. അപ്പോൾ നമ്മൾ ഒരു റൂമെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ജയ്പൂർ കോട്ടൺ അല്ലേ, ആ ഒരു ബെഡ്ഷീറ്റാണ് ഞാൻ ഈ റൂമിൽ വിരിക്കുന്നത്. അപ്പോൾ ഇതും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിന്. അപ്പോൾ നിങ്ങൾ ആ നമ്പറിലേക്ക് ഞാൻ വീണ്ടും ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻ്റായിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി, അതിലേക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ മതി കേട്ടോ. നിങ്ങളുടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അവരുടെ. അപ്പോൾ ഇതാ നല്ല ഭംഗിയില്ലേ വിരിച്ചിട്ടിട്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ആ വൈറ്റ് അതൊരു കോട്ടൺ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ ചൂടൊക്കെ ആയി തുടങ്ങി കേട്ടോ, നല്ല ചൂടായി തുടങ്ങി. അപ്പോൾ ഞാൻ ബ്ലാങ്കറ്റ് ഒന്ന് മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ ഇത് നമ്മളെ മൂന്നാമത്തെ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഈ റൂമിലാണ് വിരിച്ചിടുന്നത്. അപ്പോൾ ഇതിൻ്റെ വലുപ്പം നിങ്ങൾ നോക്കി നോക്കുക കേട്ടോ, നല്ല വലുപ്പമാണ് കേട്ടോ, 3 സൈഡിലേക്കുണ്ട്. കിങ് സൈസാണ് കേട്ടോ, ഭയങ്കര വലിയ സൈസാണ്. മറ്റേതില്ല നമ്മൾ ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞാൽ ആ ഒരു സൈസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ 700 സംതിങ് ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അതും ഫാമിലി കോട്ടാണേ, നിങ്ങൾക്കത് കാണാൻ പറ്റും വീഡിയോയിൽ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക സൈസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതൊരു സെറ്റായിട്ട് വരുമ്പോഴുള്ളൊരു ആ ഒരു ലുക്ക്. അപ്പോൾ നല്ല ഭംഗിയില്ലേ, നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ അത് കാണാൻ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട് ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കുളിയെല്ലാം കഴിയുന്നതിന് മുമ്പ്, അതായത് ഒന്ന് ഫ്രഷ് ആകുന്നതിന് മുമ്പ് ഞാനത് ചെയ്യൂല കേട്ടോ. ഫ്രഷായി എല്ലാം ഫുഡെല്ലാം കഴിക്കുന്നതിന് മുമ്പാണ് കേട്ടോ ഇപ്പം ഞാൻ അതെല്ലാം വീടെല്ലാം ഒരുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് ചെയ്യാനും പറ്റും. എനിക്ക് ഇഷ്ടമുള്ള സംഭവം കൂടെ, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോഴാണല്ലോ അത് നല്ല ഭംഗിയായിട്ട് മാറുന്നത്. അത് ഫുഡാണെങ്കിലും വീടാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭംഗിയുള്ള വീട്ടിലേക്ക്, അതായത് ക്ലീനായ വീട്ടിലേക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് ഇതന്നെയാണോ പണി അങ്ങനെ ചിന്തിക്കണ്ട കേട്ടോ. ക്ലീനായ വീട്ടിലേക്ക്, എൻ്റെ വീടും അലങ്കോലമായിട്ടൊക്കെ കിടക്കലുണ്ട്, എപ്പോഴും നമുക്ക് ഇതുപോലൊന്നും പറ്റില്ല. പക്ഷേ ക്ലീനായിട്ട് കാണാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ക്ലീനായിട്ട് കിടക്കുന്ന വീട്ടിലേക്ക് കയറി ചെല്ലാനും അവിടെ ഇരിക്കാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ, അവിടെ നിന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അതിലെ കാര്യങ്ങൾ. അപ്പോൾ ക്ലീനായി നമുക്ക് എങ്ങനെയാണ് സന്തോഷം കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമൻറ്റിൽ ചോദിക്കലുണ്ട്. നമുക്ക് സന്തോഷം കിട്ടാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ വീട് നന്നായിട്ട് ഒരുക്കി വെക്കുക കേട്ടോ. എല്ലാം നല്ല എന്താ പറയുക കറക്റ്റായിട്ട് വെച്ച് നല്ല ക്ലീൻ ആയിട്ടുള്ള വീട്ടിൽ തന്നെ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് താനേ സന്തോഷം വരും കേട്ടോ, നമുക്ക് നല്ല ഹാപ്പി മൂഡ് വരും, ഹാപ്പി ലൈഫ് കിട്ടും കേട്ടോ നമുക്ക്. നിങ്ങൾ നോക്കിക്കോ. പിന്നെ കിച്ചണിലെ മാറ്റുകളും എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പേരൊക്കെ ഒന്ന് വായിക്കാം കേട്ടോ. ഷഹാം, മച്ചൂസ് ഫാമിലി, അവരെപ്പോഴും പറയലുണ്ട് കേട്ടോ. പിന്നെ ഫൊസിയ മൊയ്തീൻ, ഇനുമോൾ, നിനുമോൾ, അർഷിത മുഹമ്മദ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ബിഗ് ഹായ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനും ഒരുപാട് സന്തോഷം, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഞാൻ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കിയൊന്ന് തിരിച്ച് കയറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ, സോറി. കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഫോൺ ഹാങ്ങായി കളിക്കുന്നൊരു പ്രശ്നം വന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പിന്നെ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണേ. പിന്നെ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല, റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുക. ഇന്നിപ്പോൾ ഇനി ഒന്നും ചെയ്യില്ല കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം നിങ്ങളെ കമൻറ്റിനൊക്കെ കുറച്ചൊക്കെ റിപ്ലൈ തന്ന് അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് ചെയ്യുക.
അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അത് എഴുതി അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. അതുപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകൾ എനിക്ക് വരലുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ അത് കാണുന്ന സമയത്ത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ കമൻറ്റ് കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക ഒരു വീഡിയോ എടുക്കാനും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകളായിട്ട് വരാനും ഒക്കെ തോന്നുക അത് കാണുമ്പോഴാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക അത്രയും ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ഇഷ്ടമാണ്. നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ റിപ്ലൈ തന്നിട്ടില്ലെങ്കിലും തരാൻ കുറച്ച് വൈകുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഞാനെല്ലാം റീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം കാണുന്നുണ്ട്. ഓരോ കമൻറ്റ് കാണുമ്പോഴും അത്രയും നിങ്ങളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരികയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്നോടുള്ളതുപോലെ തന്നെ എനിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.